തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സിപിഐഎം നേതാവും എറണാകുളം ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ.ജെ. ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി. അപവാദ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അറിയിച്ചു. സിപിഐഎം വിരുദ്ധ യൂട്യൂബ് ചാനൽ തുടങ്ങിവെച്ച് UDF അനുകൂല സമൂഹമാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ പ്രചരണത്തിനെതിരെയാണ് ഷൈൻ ടീച്ചർ നിയമ നടപടി ആരംഭിച്ചത്. തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഷൈൻ ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. ജീർണത മൂലം തലയുയർത്താനാവാത്ത വലത് രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി തന്നെയും കുടുംബത്തെയും ചിലർ കരുവാക്കുകയായിരുന്നു. അപവാദ പ്രചരണം അത് നേരിടുന്നവരെ മാത്രമല്ല, കൂടെയുള്ള ജീവിത പങ്കാളികളെയും മക്കളെയും ബാധിക്കുമെന്ന് ഇത്തരക്കാർ ഓർക്കണമെന്ന് ഷൈൻ ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കണമെന്നും ഷൈൻ ടീച്ചർ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഷൈൻ ടീച്ചറിനും കുടുംബത്തിനും പിന്തുണയുമായി CPIM നേതൃത്വം രംഗത്തെത്തി. രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി എസ് സതീഷ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിക്ക് ബദലായി കോൺഗ്രസ് CPIMന്റെ വനിതാ പ്രവർത്തകരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടുകൂടി കേരളത്തിൻ്റെ കോൺഗ്രസ് എത്രമാത്രം ജീർണതയിൽ അതമ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവർ ചെന്ന് വീണ ജീർണത മറച്ചു വയ്ക്കാൻ CPMനെയും CPMൻ്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പോൾ ഈ പ്രചാരവേലകൾ അറിയിട്ടുള്ളത്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയാണ്. അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കും. ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ടീച്ചർ നടത്തിയിട്ടുള്ള നിയമപരമായ ഇടപെടലുകൾക്കെല്ലാം പൂർണ്ണമായ പിന്തുണയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് ഷൈൻ ടീച്ചർ രേഖാമൂലം പരാതി നൽകിയത്. തനിക്കെതിരായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്ന അപവാദ പ്രചരണത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും പരാതിക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.